വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ആയിരുന്നു മൻമോഹൻ സിംഗിനെ രാഷ്ട്രീയ മേഖല കരുതി വച്ചിരുന്നത്. രാജ്യത്തിൻ്റെ ധനമന്ത്രി എന്ന നിലയിൽ പതിവ് ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു. 1991 ആയിരുന്നു വിപ്ലവകരമായ ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളായിരുന്നു. ആ സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ 5 സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇപ്പോൾ മാറിയിട്ടുള്ളത്. കൂടുതൽ ജനകീയമായ പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ മൻമോഹൻ സിംഗിന് സാധിക്കുകയും ചെയ്തിരുന്നു. മിതഭാഷിയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ 100-ലധികം തവണ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പാർലമെൻറ്റിനകത്ത് പലപ്പോഴായി പ്രതിപക്ഷ നേതാക്കളുമായി ഏറ്റുമുട്ടുമ്പോഴും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരിക്കൽ പോലും മൻമോഹൻ സിംഗ് ആർക്കു നേരെയും ഉന്നയിച്ചിട്ടില്ല. സർക്കാരിൻ്റെ പ്രവർത്തനം, സർക്കാർ, പ്രതിപക്ഷം, ഭരണപക്ഷം, പ്രതിപക്ഷം എന്ന നിലയിലുള്ള ചർച്ചകൾ മാത്രമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 നൽകിയ റിപ്പോർട്ടുകളിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമ സ്വരാജുമായി നടക്കുന്ന വാക്കുതർക്കങ്ങൾ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അത്തരം വാക്കുതർക്കങ്ങളിൽ അടക്കം അദ്ദേഹം സ്വീകരിച്ചിരുന്ന മിതത്വം ഉണ്ട്, ഭാഷാശൈലിയുണ്ട്, നർമ്മരസപ്രധാനമായിരുന്ന പ്രസംഗങ്ങൾ ഉണ്ട്. ഒരിക്കൽ പോലും രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. നിലവിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 2016 നരേന്ദ്രമോദി നോട്ട് നിരോധനം എന്ന പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടപ്പോൾ അത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചപ്പോൾ അടക്കം മൻമോഹൻ സിംഗ് അതിനെ എതിർത്തിരുന്നു. അദ്ദേഹം നോട്ട് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്തു തന്നെയാണ് എങ്കിലും ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ സാമ്പത്തികമായി അത് തളർത്തിക്കളയും, GDP-യിൽ കുറഞ്ഞത് 2% ഇടിവുണ്ടാകും എന്ന് മൻമോഹൻ സിംഗ് അന്ന് പ്രതികരിച്ചിരുന്നു. അതിനപ്പുറത്ത് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളൊന്നും മൻമോഹൻ സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ തന്നെ നോട്ട് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്തു തന്നെയായിരുന്നാലും രാജ്യത്തെ GDP-യിൽ അത് ഇടിവ് സംഭവിപ്പിച്ചു എന്ന് രേഖകളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതാണ്. ഇങ്ങനെ രാഷ്ട്രീയമായ നിരീക്ഷണങ്ങൾ, സാമ്പത്തികമായ നിരീക്ഷണങ്ങൾ, സാമൂഹികമായ നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാറുമുണ്ട്. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിരവധിയായ ആക്ഷേപങ്ങൾ സർക്കാരിന് നേരെ ഉയർന്നപ്പോഴും പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആരും തന്നെ വിമർശിച്ചിരുന്നില്ല. എന്നാൽ 91 മുതൽ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോൾ പ്രധാനമന്ത്രിയായതിനു ശേഷമൊക്കെ നടപ്പിലാക്കിയ പല തീരുമാനങ്ങളും വലിയ തോതിൽ അന്ന് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നീട് വിമർശിച്ചവർ തന്നെ അതിനെ പിന്തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. വിദേശ നിക്ഷേപത്തിന് രാജ്യത്തെ തുറന്നുകൊടുത്തത് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ആയിരുന്നു. വലിയ വിമർശനം ഉന്നയിച്ചിരുന്ന ഇടതുപക്ഷമടക്കം പിന്നീട് കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പോലും വിദേശ നിക്ഷേപത്തെ സ്വീകരിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. സൈനിക കരാറുകളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളെയും ഉറ്റ സുഹൃത്തുക്കളായി കാണുന്ന നയതന്ത്രം ആണ് ഇന്ത്യ സ്വീകരിച്ചു പോരുന്നത്. ആധാർ പോലെയുള്ള പുതിയ ആശയങ്ങളെ രാജ്യത്തിന് സ്വീകരിക്കേണ്ടതായി വന്നു. ഇന്ന് എന്തിൻ്റെയും ഏതിൻ്റെയും അടിസ്ഥാനമായി ഒരു പൗരൻ കണക്കാക്കുന്നത്, ഒരു പൗരനെ വിലയിരുത്തുന്നത് ആധാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പോലെയുള്ള സാധാരണക്കാരായ ആളുകളിൽ നിന്ന്, ദരിദ്രരായ ആളുകളിൽ നിന്ന് പട്ടിണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയ പദ്ധതിയായിരുന്നു അത്. അങ്ങനെ രാജ്യത്തെ വലിയൊരു ശതമാനം ആളുകളെ പട്ടിണി മുക്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങൾ തൊഴിലുറപ്പിൻ്റെ കൂടി ഭാഗമായതോടുകൂടിയാണ് സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇങ്ങനെ ജനക്ഷേമപരമായ പദ്ധതികളിലൂടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച നേതാവിനെയാണ് നഷ്ടമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം
അനുശോചന സന്ദേശത്തിലും ഇക്കാര്യങ്ങൾ ആണ് വ്യക്തമാക്കിയിരുന്നത്. RBI ഗവർണർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള പ്രവർത്തനം, രാജ്യത്തിൻ്റെ ധനമന്ത്രി എന്ന നിലയിൽ, പ്രധാനമന്ത്രി എന്ന നിലയിലൊക്കെ മൻമോഹൻ സിംഗ് കൈവരിച്ച മുന്നോട്ട് വെച്ച ആശയങ്ങൾ, പദ്ധതികൾ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അടിത്തറ പാകി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറയുകയുണ്ടായി. ദൃശ്യങ്ങളെ നമുക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരെ കാണാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നേരത്തെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ അവിടെ എത്തിയിരുന്നു. ഇപ്പോഴിതാ നിഗംബോധ്ഘട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യനിദ്രയ്ക്ക് സമയമായിരിക്കുന്നു. സൈനികർ മൃതദേഹമുള്ള പേടകം അവിടെ നിന്ന് മാറ്റുകയാണ്. സംസ്കാര ചടങ്ങ് ആരംഭിക്കുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങൾ, നമുക്ക് ദൃശ്യങ്ങളിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രമുഖരായ വ്യക്തികളെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിഗംബോധ്ഘട്ടിലേക്ക് അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും പ്രവേശനം ഇല്ല. കേന്ദ്ര മന്ത്രിമാർ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കൾ, മൻമോഹൻ സിംഗിൻ്റെ ബന്ധുക്കൾ, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നിഗംബോധിഘട്ടിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആദരസൂചകമായി മുൻ പ്രധാനമന്ത്രിക്ക് ത്രിവർണ്ണ പതാക മൃതദേഹത്തിൽ പുതപ്പിച്ചിരുന്നു. ആ ത്രിവർണ്ണ പതാക അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്, മാറ്റുകയാണ്. ഇനി സംസ്കാര ചടങ്ങാണ്. മറ്റ് ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. കര, നാവിക, വ്യോമസേന മേധാവികൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മറ്റ് സേനാ വിഭാഗങ്ങൾ, ഉപസേനാ വിഭാഗങ്ങൾ, വിവിധ റെജിമെൻറ്റുകൾ പുഷ്പചക്രം അർപ്പിച്ചു.